ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടോ, നല്ല അടിപൊളി വെയിലൊക്കെയാണ്, നല്ല രസമുണ്ട് കേട്ടോ. ചില സമയം വെയിലിൻ്റെ കാഠിന്യം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ രാവിലെ അല്ല, ഉച്ചയാവാറായി. അപ്പം ഞാൻ കുളിക്കൊക്കെ കഴിഞ്ഞു. വേറെ നല്ല ആവക്കുട്ടീൻ്റെ ദേഹത്ത് മൂത്രമൊഴിച്ചു. കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ അവളെ എടുത്തുകൊണ്ട് പോകുന്ന വഴിയല്ല അവളെ ഞാൻ ദേഹത്ത് മൂത്രമൊഴിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കുളിച്ചു. പക്ഷെ നല്ല വെയിലാണ് കേട്ടോ, നല്ല രസമുണ്ട്. വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല വെട്ടമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഈ ബാക്ക്ഗ്രൗണ്ട് ഇതൊരു സംഭവം, ഇത് കൊള്ളാമെന്ന് പറയട്ടെ. എനിക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. പിന്നെ ഈ വീടിൻ്റെ താഴെയാണെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. താട്ടം നമ്മൾ അങ്ങനെ അധികം ഇറങ്ങുന്നില്ല, വേറൊന്നുമല്ല, ഇറങ്ങാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. മേളിൽ തന്നെ നിറങ്ങാനുള്ള സമയമേ ഉള്ളൂ. പിന്നെ അതിലാണെങ്കിലും കുഞ്ഞിനെ അങ്ങനെ വിടാനായിട്ട് അവിടെ ഇത്തിരി ഇറക്കം പോലെ ഉണ്ട്. അപ്പോൾ അവൾ അതിൽ വണ്ടിയിലാണെങ്കിലും വിടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ പോകാറുണ്ട് കേട്ടോ, ഇടയ്ക്ക് അവൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കും. ഇടയ്ക്കെന്നല്ല, അവൾക്ക് എപ്പോഴും പുറത്തിറങ്ങി ഈ പുറത്തൂടെ നടക്കാനാണ് കേട്ടോ ഇഷ്ടം. കഴിക്കാൻ കൊടുത്താലും പുറത്തിറങ്ങണം, ഉറക്കം വന്നാലും വെളിയിലിറങ്ങണം. ആദ്യം ഹാളിൻ്റെ ഡോറ് തുറക്കാൻ വേണ്ടി പറയും. ഹാളിൻ്റെ ഡോർ തുറന്നു കഴിയുമ്പോഴത്തേക്കും സിറ്റ് ഔട്ടിലേക്ക് പോകണമെന്ന് പറയും, ചൂണ്ടി കാണിക്കും. സിറ്റ് ഔട്ടിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ വെളിയിലിറങ്ങണം എന്ന് പറയും. പിന്നെ ടീഷർട്ട് അവിടെ ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ നനഞ്ഞതാണ്, അപ്പോൾ അവിടെ ഉണക്കായിട്ടേക്കും ഇവിടെ ഇറങ്ങണമെന്ന് പറയും. ഇവിടെ ഇറങ്ങി കഴിയുമ്പോൾ താഴെ ചെല്ലണമെന്ന് പറയും. താഴെ ചെന്ന് കഴിയുമ്പോൾ റോഡിലോട്ട് കൈ നീട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒക്കെ അവളെ കൊണ്ട് ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കും. പിന്നെ നമ്മൾ അതൊരിക്കലും ശീലമാക്കുന്നില്ല കേട്ടോ. നമ്മുടെ ആവക്കുട്ടിക്ക് ഇന്നൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ പ്രമാണിച്ച് ആരോ ഒരു ചേച്ചി അയച്ചതാണ്. നമ്മൾ അൺബോക്സ് ചെയ്തൊന്നുമില്ല, അത് നമ്മൾ ബർത്ത്ഡേയുടെ ടൈമിൽ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. താഴെ ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഒരൊറ്റ ഇല പോലും ഇല്ല. നമ്മൾ അടിച്ചു കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത്രയും നീട്ടായിട്ടിരിക്കും. അതുകൊണ്ടോ കണ്ടോ, അടിച്ചു കൂട്ടി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലും കണ്ടോ, നമ്മൾ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭംഗിയിട്ടിരിക്കുമോ? ഇല്ല. കാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ചൂല് വെച്ച് അടിച്ചു വരേണ്ട യാതൊരു ആവശ്യമില്ല. കുളി കഴിഞ്ഞിട്ട് വെയിൽ കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് തല കറങ്ങുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ കാപ്പി കുടിക്കാൻ കുറേ താമസിച്ചു. ഇനി ചോറുണ്ണാനും വളരെയധികം താമസിക്കും. അച്ഛയ്ക്ക് വിശക്കുന്നുണ്ടോ അറിയത്തില്ല, എനിക്കാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് വിശപ്പില്ല. എനിക്ക് വിശപ്പില്ല, ആവക്കുട്ടിക്ക് വിശപ്പില്ല, എന്താണെന്നറിയില്ല കേട്ടോ സംഗതി. അപ്പോൾ അവൾക്ക് ചെറിയൊരു അലർജി പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ കയ്യിലൊക്കെ. അത് കുറേ നാളായി വന്നിട്ട്, ഏകദേശം 2 മാസത്തോളം ആയിട്ടുണ്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മൾ വിചാരിച്ചു ചെറിയ രീതിക്ക് എന്തെങ്കിലും ആയിരിക്കുമെന്ന്. അങ്ങനെ നമ്മൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അന്നേരം പോയില്ല കേട്ടോ. പിന്നെ തുടങ്ങി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മളത് കുറയാതെ വന്നപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ആദ്യം പോയത്. അപ്പോൾ ഡോക്ടർ കുറേ അവർക്ക് തേച്ചുകൊണ്ടിരിക്കുന്ന ലോഷൻ തന്നെ, ബേബി ക്രീം തന്നെ കണ്ടിന്യൂ ചെയ്ത് ഒരു 2-3 നേരമൊക്കെ തേക്കാനാണ് പറഞ്ഞത്. പിന്നെ ഒരു ഓയിലും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഡ്രൈ ആവാതിരിക്കാനായിട്ട്, നമ്മുടെ ക്ലൈമറ്റ് ഒരുമാതിരി ഇതായതുകൊണ്ട് സ്കിന്ന് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓയിലും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും പിന്നെ ഒരു ഓയിൽമെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അപ്ലൈ ചെയ്തു. അപ്പം പിന്നെ ഇപ്പോൾ ഈയിടെ അപ്പോൾ ആയപ്പോൾ ഒരു 2-3 ദിവസം മുന്നേ ആയപ്പോഴത്തേക്കും അത് ഇച്ചിരി കൂടി അത് കുറഞ്ഞതായിരുന്നു. വീണ്ടും അത് കൂടി ശകലം. ഞങ്ങൾ പിന്നെയും അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പം വേറെ ഒരു മരുന്നൊക്കെ തന്നിട്ടുണ്ട് കുട്ടിക്ക്. ഇപ്പം അത് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ, ഇച്ചിരി വലുതായാലും. അപ്പം നമ്മളൊന്ന് പേടിച്ചു. അപ്പം ചിലപ്പം ഈ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡ്രൈ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്കിന്നെന്ന് പറയുമ്പോൾ അത്രയും സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ക്ലൈമറ്റിൻ്റെ ചേഞ്ചസ് ഒന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ ബോഡിക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഇത് വരുന്നതെന്ന് പറഞ്ഞു. അല്ലാണ്ട് വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്തില്ല, അല്ലാതെ കണ്ടിട്ട് തന്നെ പറഞ്ഞിട്ട് വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന്. അപ്പോൾ അവർക്ക് ആ മരുന്നൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. 2-3 ദിവസം അപ്ലൈ ചെയ്ത് നോക്ക്. രാവിലെ വൈകിട്ടുമായിട്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. പിന്നെ വൈകുന്നേരം മാത്രം ചെയ്യാനാണ് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ ഒരു നേരം ഇന്ന് രാവിലെയാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരുമാതിരി ചെറിയൊരു ഡിഫറൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ ഒരു സ്ട്രെസ്സിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ഭാഗത്തില്ല, കയ്യിൽ മാത്രമേ ഉള്ളൂ. കയ്യിലും കാലിലും ഉണ്ട് ചെറുതായിട്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ വിശേഷം. പക്ഷേ ഹോസ്പിറ്റലിലല്ല, നമ്മുടെ വീട്ടിലെ വിശേഷം. അത് ഞാൻ വീഡിയോ എടുക്കാൻ തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേച്ചി, അയ്യോ ഭയങ്കര വിഷമമാണ് ചേച്ചിക്ക്. ഞാൻ വീഡിയോ എടുത്താലും ചേട്ടായിയൊക്കെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ പറയും ഇവർക്ക് കണ്ടൻറ്റ് ഹോസ്പിറ്റലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. എന്തിന് അത് അവരെ പേടിച്ചിട്ടല്ല ഞാൻ ഇടാത്ത കേട്ടോ. നമുക്ക് തന്നെ എപ്പോഴും ഹോസ്പിറ്റലെന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളത് ഇടാത്ത കേട്ടോ.
അപ്പം പുള്ളിക്കാരി എപ്പോഴും ഏത് ഹോസ്പിറ്റലിൽ പോകണ വീഡിയോ ഇട്ടാലും ഒന്ന് പറയും ഇവരുടെ കണ്ടൻറ്റ് ഹോസ്പിറ്റലാണ്, ഇവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ചോറൊക്കെ ഉണ്ടണം, ബാക്കി പുറകെ കാണിക്കട്ടെ. അപ്പോൾ ഞാൻ അച്ചാച്ചനും ആവക്കുട്ടി ഇല്ലാതെ ഒന്ന് പുറത്തേക്ക് പോവാണ്. പുറത്തേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ 1-2 ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് അടുത്ത ആഴ്ചത്തേക്ക് വേണം. അപ്പം ഒരു വണ്ടി വന്നുകൊണ്ട് ഞാൻ ആത്തി പിടിച്ചാണ് കേട്ടോ. അടുത്തേക്ക് വേണം. അപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചപ്പം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം ഈ ഓണം, കല്യാണം അങ്ങനത്തെ സീസണൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാർക്കുള്ളിൽ അടുത്ത്. അപ്പം നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് കൊടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറ്റി കൊടുക്കണോ എന്നോർത്തുകൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അച്ചാച്ചൻ കുഞ്ഞിനെ ഉറക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ ഉറങ്ങണമെങ്കിൽ ഇച്ചിരി ബഹളം ഉണ്ടാക്കും കേട്ടോ, അല്ലാതെ അവളെ കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഉറങ്ങണമെങ്കിൽ ഇത്തിരി കരഞ്ഞിട്ടേ ഞാൻ ഉറങ്ങുമെന്നുള്ള വാശിയാണ്. അപ്പം ഞാൻ നമ്മുടെ ഈ ടൗണിൽ, അതായത് നമ്മുടെ മെയിൻ റോഡ് ചെല്ലണം കേട്ടോ, തയ്യക്കട. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കടയാണ്. ഞാൻ ഇതുവരെ ഞാൻ തയ്ക്കാൻ അവിടെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ അടുപ്പിക്കാനൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പം തയ്ക്കാൻ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. നോക്കാം. നമ്മുടെ വഴി ഇതാണ് കേട്ടോ. നമ്മൾ ഇപ്പം നേരെ ചെല്ലുന്നത് സാഗര തിയേറ്ററിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ നമുക്ക് ആശ്രയിക്കണ്ട, നമുക്ക് എവിടെ പോകണമെങ്കിലും ഒറ്റയ്ക്ക് പോകാം. എല്ലാ സാധനങ്ങളും കയ്യെത്തുന്ന ദൂരത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഒരു ആശ്വാസമുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്തു തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോകണം. ആവട്ടൻ ഉറങ്ങിയോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. പോണ വഴിക്ക് എനിക്ക് അവിടെ നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് പഴം വാങ്ങണം, ഏത്തയ്ക്കാപ്പഴം വാങ്ങണം. എല്ലാവരും ഇങ്ങനെ ഓണമൊക്കെ അടുത്ത് വരുന്നതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലൊക്കെ ആയിരിക്കും. എല്ലാവരും ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊക്കെ ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം നമുക്കും ഒരു വലിയ സർപ്രൈസ്, വലിയ ഒരു ഹാപ്പി ന്യൂസ് പുറകെ വരുന്നുണ്ട്. പുറകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ ദിവസം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു കേട്ടോ. നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ വാങ്ങുകയാണ്. നല്ല രസമല്ലേ. ചെമ്പരത്തി ആണല്ലേ? ചെമ്പരത്തി ഉണ്ട്. അപ്പം ഒരു 10 ദിവസം നമ്മുടെ ആവുട്ടൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് നമുക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പേരൊക്കെ ഗസ് ചെയ്തു കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അത് ഗസ് ചെയ്തതൊക്കെ എത്രത്തോളം കറക്റ്റാണ് എന്നൊക്കെ ഉള്ളത് സർപ്രൈസാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് അത് പറയുമ്പോൾ തന്നെ. എനിക്ക് സന്തോഷം കണ്ട് എനിക്ക് ഇവിടെയൊക്കെ വേനെടുക്കുന്നു കേട്ടോ. അപ്പോൾ അത്രത്തോളം നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് കേട്ടോ വരാൻ പോണത്. എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാനവിടെ കടയിലെത്തിയിട്ട് സാധനം വാങ്ങിച്ചിട്ട് ബാക്കി കാണിക്കട്ടോ. നമ്മുടെ കേര മീൻ ഇതാ അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റോ ഉപ്പോ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല, കാരണം ഈ മീൻ ഞാൻ കഴിക്കില്ല. അച്ഛനും വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അച്ഛൻ നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ പറയും, ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ. പിന്നെ എനിക്കായിട്ട് ഇവിടെ നമ്മുടെ മോര് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാഴയ്ക്കാക്കറിയുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ. ചോറ് അടുപ്പിലുണ്ട്. വിസിലടിച്ച് കഴിഞ്ഞിട്ടില്ല. നമുക്ക് അച്ഛനാണ് മേടിച്ചത് കേട്ടോ. ഒരെണ്ണം മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ തിന്ന് തീർക്കും എന്നുള്ളത് കൊണ്ട് അച്ചാറാണ് വിചാരിച്ചു. മാങ്ങയുടെ സാധനങ്ങളൊക്കെ ആവുന്നിരിക്കും. പുളി ഒരു വിഷയമേ അല്ല കേട്ടോ. ആ മാങ്ങയുടെയൊക്കെ ചപ്പിക്കൊണ്ട് അത് കണ്ടിട്ട് എൻ്റെ പല്ല് പൊളിക്കുന്നു. മാങ്ങ കഴിക്കുന്നതല്ലേ നല്ലതല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. എത്ര തിന്നാലും എൻ്റെ പല്ല് വിളിക്കില്ല. അച്ഛൻ മമ്മിയൊക്കെ ഇച്ചിരി അടിച്ച് ദിവസത്തേക്ക് മൊത്തം പല്ല് വിളിക്കും. പക്ഷെ ഇതിങ്ങനെ ഇത് വായിച്ചിരുന്നിട്ടേ എനിക്ക് പല്ല് വിളിക്കുന്നുണ്ട്. മറ്റൊരാളിങ്ങനെ ചെയ്യുന്നതാണെന്നില്ലല്ലോ. അല്ലാതെ ഇപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇരുന്ന് കഴിഞ്ഞാൽ നിന്ന് തീർക്കാം. പിന്നെ അച്ചാറിടാന്ന് ഓർത്തോണ്ട് കിച്ചെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതൊന്നും നടക്കത്തില്ല. അപ്പോൾ അവൾക്കും അതിനിടെ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ കളിപ്പിക്കാനുള്ള സാധനം കൊടുത്തേക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആവക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായി വന്നിട്ടുണ്ട്. അച്ചാച്ചൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുവാണ്. നോക്കാവേ അവളുടെ റിയാക്ഷൻ. വാ. അപ്പം ബ്ലഡ് ടെസ്റ്റ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മന്ത്ലി ഒരു ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കുറച്ചവർക്കെങ്കിലും അറിയായിരിക്കും HD കൂടുതൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ പോകാനായിട്ട് തുടങ്ങുവാണ്. ഇവിടെ തന്നെയാണ് കേട്ടോ. ഇപ്പം തന്നെ പോയിട്ട് വരും. പക്ഷെ ഇവള് എന്താ ചെയ്താൽ വിട്ടില്ല കേട്ടോ. എന്ത് ചെയ്താൽ വിട്ടില്ല. അള്ളി പിടിച്ച് കിടക്കുമായിരുന്നു.
പോകുമ്പോഴത്തേര് കടക്കാതെ പോകുന്നല്ല. ടാറ്റയൊക്കെ ചിലപ്പോൾ കൊടുക്കും, പക്ഷെ താഴെ ഇറങ്ങി കഴിഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് ഇവിടെ നിന്ന് അങ്ങ് പോകുമ്പോഴത്തേക്കും ബഹളം വെക്കാൻ വന്നു. വീഡിയോ എടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു. നോക്കിയിരിക്കണേ. ടാറ്റ കൊടുക്കുക അച്ചാച്ചന്. അച്ചാച്ചന് ഒരു ടാറ്റ കൊടുത്തേ. ആവേ ആ ഈ വലിയ ബാഗ് എന്തിനായിരുന്നു? വലിയ ബാഗ് എന്തിനായിരുന്നു? പിന്നെ വായിക്കൊള്ളൂ അതിന്. താഴെ ഇറങ്ങിപ്പോയി. ഇട്ടൻ്റെ നോട്ടം കണ്ടോ? അവിടെ അപ്പടി സങ്കടമാണ്. ചെയ്യുക. ടാറ്റ കൊടുത്തേ. വലിയ കുഴപ്പമില്ലാതിരിപ്പുണ്ട്. ഇനി പോണം ഇവിടെ നിന്ന് ഇറങ്ങി. കഴിയത് വായിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ആവക്കുട്ടിയുടെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് സർപ്രൈസിങ് അടിപൊളി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സ്നേഹിച്ച് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം അച്ചാച്ചൻ പോകുന്നത് നോക്കുകയാണ് ആവട്ടൻ. ആ പോയി കടന്നു പോകുന്നിടം വരെ അവൾ നോക്കി നിൽക്കൂട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.